ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത രാം കെ നാം ഡോക്യുമെന്ററി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം പ്രദർശിപ്പിച്ചു വരികയാണ്. കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രദർശനം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് IVF ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ. അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് വിഖ്യാത ചലച്ചിത്രകാരൻ ആനന്ദ് പട്വർദ്ധൻ സംവിധാനം ചെയ്ത രാം കെ നാം ഡോക്യുമെന്ററി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം പ്രദർശിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച പ്രദർശനം ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ആനന്ദ് പട്വർദ്ധൻ എന്ന് പറയുന്ന ഐതിഹാസികനായ സംവിധായകൻ, ലോകം കണ്ട ഏറ്റവും മികച്ച സംവിധായകൻ, അദ്ദേഹം അണിയിച്ചൊരുക്കിയ സിനിമ, ആ സിനിമ ബാബറി മസ്ജിദിന്റെ ചരിത്രം പറയുന്ന സിനിമയാണ്. ആ സിനിമ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ചരിത്രം പറയുന്ന സിനിമയാണ്. ആ സിനിമ അവിടെ രാമവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുന്നതുൾപ്പെടെയുള്ള ജനാധിപത്യത്തിന് മുറിവേൽക്കുന്ന അപകടകരമായ ഭൂതകാലത്തെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് 2 മാസം മുമ്പാണ് രാം കാ നാം എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങുന്നത്. ആ സിനിമ പുറത്തിറങ്ങി 2 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നു. വർഷങ്ങളോളം ആ സിനിമക്ക് വിലക്കേർപ്പെടുത്തുന്നു. നമ്മുടെ രാജ്യത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ജനാധിപത്യത്തിന് മുറിവേറ്റ ബാബറി മസ്ജിദിന്റെ ധ്വംസനം ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന മതനിരപേക്ഷതയുടെ പരുക്കൻ അപകടകരമായ ഭൂതകാലത്തെ പരിചയപ്പെടുത്തിയ ഒരു സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഹാലിളകുന്നവരായി ഈ കേരളത്തിലെ സംഘപരിവാർ മാറുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബലത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.